ദിഗ്രഹ യോഗ ദോഷങ്ങൾ, അത് ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് ഒരു ജാതകനെ ബാധിക്കുന്നത്? അല്ല, ഈ ദിഗ്രഹ യോഗങ്ങൾ കൊണ്ട് ദോഷങ്ങളല്ല, ദിഗ്രഹ യോഗ ഗുണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സാധാരണഗതിയിലെ ഈ ഒരു ഗ്രഹം ലഗ്നഭാവത്തിൽ നിൽക്കുന്ന അതേ ഗുണം തന്നെ സമാനമായ ഗുണങ്ങൾ ലഗ്ന കേന്ദ്രങ്ങളിൽ നിന്നാലും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചന്ദ്രലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ചന്ദ്രലഗ്നം എന്ന് പറയുന്നത്. അവിടെ വ്യാഴവും കൂടെ ഉണ്ടെങ്കിൽ അത് കേസരി യോഗമാണ്. കേട്ടിട്ടുണ്ടോ കേസരി യോഗം? ഗജകേസരി യോഗം കേസരി യോഗം എന്ന് പറയുന്നതും കേസരി യോഗം എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അവർ ചെറിയ വ്യത്യാസമുള്ളത് മാത്രമേ ഉള്ളൂ, പറച്ചലിലേ ഉള്ളൂ, ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ചന്ദ്രനോടൊപ്പം വ്യാഴം നിൽക്കുന്നതും ചന്ദ്രകേന്ദ്രങ്ങളിൽ വ്യാഴം നിൽക്കുന്നതുമാണ് കേസരി യോഗം. അത് ശത്രുനാശം പോലെ ആയുസ്സിന് നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണഫലങ്ങളാണ് അതുമൂലം പറയുന്നത്. അതുമാതിരി തന്നെ ചന്ദ്രകേന്ദ്രങ്ങളിൽ ചന്ദ്രനോടൊപ്പമോ ചന്ദ്രൻ്റെ കേന്ദ്രങ്ങളിലോ ശുക്രൻ നിൽക്കുവാണ് എങ്കിൽ അതിനെ ശരഭയോഗം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഭാര്യാസംബന്ധമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ ആ യോഗം കാരണമാണ്. അപ്പോൾ പല യോഗങ്ങളും അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവേ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിഗ്രഹ യോഗങ്ങളുടെ ദോഷം ചെയ്യുന്ന ദിഗ്രഹ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും എനിക്ക് ഓർമ്മ വരുന്നത് ശനി ആണല്ലോ ഒരു പൊതുവെ ജാതകത്തിലെ ഏറ്റവും ശല്യക്കാരനായി പറയുന്നത്. അപ്പം ശനി ബുധനുമായി യോഗം ചെയ്തു കഴിഞ്ഞാൽ ബുധൻ ഒരു ആ ശനി ഒരു ഡബിൾ ശനിയുടെ ഫലം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്നും പൂർണ്ണമായും ശരിയൊന്നുമില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.